നമ്മൾ കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സിൻ്റെ സ്പെക്ട്രത്തിൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. നെക്സ്റ്റ് തിയറം. ഫോർ എവറി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there is only a finite number of linearly independent eigenvectors corresponding to the eigenvalues lambda i with modulus of lambda i greater than or equal to epsilon. അതായത് ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്ററിൻ്റെ ഐഗൺ വാല്യൂസിനെ കുറിച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ഐഗൺ വാല്യൂസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഐഗൺ വെക്റ്റേഴ്സിനെ കുറിച്ചിട്ട്. നമ്മളൊരു പോസിറ്റീവ് നമ്പർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ഫിക്സ് ചെയ്താൽ ആ എപ്സിലോണിനേക്കാളും മോഡുലസ് ഗ്രേറ്റർ ആയിട്ട് വരുന്ന ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് വരുള്ളൂ. ഓക്കെ, കുറച്ചുകൂടെ ഷാർപ്പായിട്ട് പറഞ്ഞാൽ അതാണ് താഴത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ദർ എക്സിസ്റ്റ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് ലാംഡ ഐ ബിലോങ്സ് ടു സിഗ്മ പി പോയിൻറ്റ് സ്പെക്ട്രം, ഐഗൺ വാല്യൂസ് ആണ് പോയിൻറ്റ് സ്പെക്ട്രം with modulus of lambda I greater than or equal to epsilon, and every lambda I has a finite multiplicity, that is dimension of kernel of lambda kernel of t lambda I is finite. ഓക്കെ, അതായത് ഒരു എപ്സിലോൺ ഫിക്സ് ചെയ്താൽ അതിന് ആ എപ്സിലോണിനേക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുന്ന മോഡുലസ് ഗ്രേറ്റർ ആയിട്ട് വരുന്ന പോയിൻറ്റ് സ്പെക്ട്രത്തിൻ്റെ എണ്ണം ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, മോറോവർ ആ പോയിൻറ്റ് സ്പെക്ട്രത്തിൻ്റെ സ്പേസ് ഫൈനൈറ്റ് ഡയമെൻഷനിലായിരിക്കും. ഓക്കെ, കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ സ്പേസ്, അതായത് ടി മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ. ഓക്കെ, കേർണൽ ഓഫ് ടി മൈനസ് ലാംഡ ഐ, ടി ലാംഡ ഐ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടി മൈനസ് ലാംഡ ഐ എന്നുള്ള ഓപ്പറേറ്റർ. ഓക്കെ, അതിൻ്റെ കേർണൽ ഫൈനൈറ്റ് ആയിരിക്കും. ഓക്കെ, പ്രൂഫ് നോക്കുക, സിമ്പിളാണ്. നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. സപ്പോസ് ഈ വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സിൻ്റെ കളക്ഷൻ ഇൻഫൈനൈറ്റ് ആണെന്ന് കരുതി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു കൗണ്ടബിൾ സബ്സെറ്റ് കൺസിഡർ ചെയ്യുക. ഇഫ് പോസിബിൾ ദർ എക്സിസ്റ്റ് സെറ്റ് xi I runs from 1 to infinity is a linearly independent vectors is a set of linearly independent vectors such that dxi equal to lambda I xi with modulus of lambda I greater than or epsilon. ഓക്കെ, നമ്മൾ കോൺട്രഡിക്ഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. എന്താ കോൺട്രഡിക്ഷൻ വരെ നോക്കാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ x1 സ്പാൻ ചെയ്യുന്ന ലീനിയർ സ്പേസ് കൺസിഡർ ചെയ്യുക, x1ഉം x2ഉം സ്പാൻ ചെയ്യുന്ന ലീനിയർ സ്പേസ് കൺസിഡർ ചെയ്യുക. ജനറലായിട്ട് ഇ കെ എന്നുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ x1 x2 എക്സെട്ര xk എന്നുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് സ്പാൻ ചെയ്യുന്ന സ്പേസ് ഇ കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, E1 എന്താണ് x1 സ്പാൻ ചെയ്യുന്നത്, E2 x1ഉം x2ഉം സ്പാൻ ചെയ്യുന്നത്. ഓക്കെ, ജനറലായിട്ട് പറയുകയാണെങ്കിൽ ek-1 എന്നുള്ള സ്പേസ് x1 x2 എക്സെട്ര xk-1 വരെയുള്ള വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് സ്പാൻ ചെയ്യുന്ന സ്പേസ്. ek എന്ന് പറഞ്ഞാൽ x1 x2 എക്സെട്ര xk-1 xk എന്നുള്ള വെക്റ്റേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്റ്റേഴ്സ് സ്പാൻ ചെയ്യുന്ന സ്പേസ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ek-1 സബ്സെറ്റ് ഓഫ് ek എന്ന് പറയാം, അല്ലെങ്കിൽ ek സബ്സെറ്റ് ഓഫ് ek+1 എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ലെമ്മ പ്രകാരം നമ്മൾക്ക് ഒരു കൺക്ലൂഷൻ പറയാം. ബൈ ലെമ്മ ദർ എക്സിസ്റ്റ് yn ബിലോങ്സ് ടു en+1. ഓക്കെ, en+1 അല്ലെങ്കിൽ ek+1 ഒരു yk എക്സിസ്റ്റ് ചെയ്യും. ഞാൻ എന്നിലേക്ക് മാറ്റുന്നുണ്ട്. ദർ എക്സിസ്റ്റ് yn ബിലോങ്സ് ടു en+1 സച്ച് ദാറ്റ് modulus norm of yn equal to 1 unit vector such that distance from yn to en greater than or equal to 1/2 for all 1/2. അത് എല്ലാ n-നും എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, for each n yn belongs to en+1 which is equal to some span of x1 x2 etc xn+1. ഓക്കെ, അപ്പോൾ yn എവിടെ ഉണ്ട്, en+1 en+1 എന്ന് പറഞ്ഞാൽ xiസിൻ്റെ i runs from 1 to n+1 എന്നുള്ള വെക്റ്റേഴ്സിൻ്റെ സ്പാനാണ്. അപ്പോൾ yn ആ വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എനിക്ക് എഴുതാം. yn equal to summation
then yn equal to summation I runs from 1 to n plus 1 ai xi for some a1 a2 etc a n plus 1 belongs to C. Okay. ഇനി വൈ എൻ ബൈ അല്ലെങ്കിൽ 1/λn+1 yn എന്നുള്ള വെക്ടർ കൺസിഡർ ചെയ്യുക. അതിനെ ടി എന്നുള്ള ഓപ്പറേറ്റർ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന കോമ്പാക്റ്റ് ഓപ്പറേറ്റർ എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത് നോക്കാം. ടി ഓഫ് yn/λn+1 വിൽ ബി ഈക്വൽ ടു λn+1 സ്കേലാറാണ്, ടി ലീനിയറാണ്, അപ്പോൾ 1/λn+1 പുറത്ത് വരും. 1/λn+1 ടി ഓഫ് yn ഈസ് ഈക്വൽ ടു 1/λn+1 ഇൻറ്റു സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ടി ഓഫ് yn എന്താണെന്ന് നമുക്കറിയാം. സമ്മേഷൻ I runs from 1 to n plus 1 ai xi which is equal to 1/λn+1 സമ്മേഷൻ I runs from 1 to n plus 1 ai സ്കേലാറാണ്, അപ്പോൾ ടീൻ്റെ പുറത്ത് വരും, ടി ലീനിയറാണ്, അപ്പോൾ ai ടി xi എന്ന് വരും. ടി xi എന്തായിരിക്കും? എക്സൈസ് ടീൻ്റെ ഐഗൺ വെക്റ്റേഴ്സ് ആണ്, അപ്പോൾ λi ആണ് കറസ്പോണ്ടിങ് ആയിട്ട് xiൻ്റെ ഐഗൺ വാല്യൂ. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? ടി xiനെ λi xi എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/λn+1 ഇൻറ്റു സമ്മേഷൻ I runs from 1 to n plus 1 ai λi xi. ഓക്കെ, ai λi xi. നമ്മളിനി ചെയ്യുന്നത് 1/λn+1നെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്ത് മോറോവർ നമ്മൾ എന്ത് ചെയ്ത് അവസാനത്തെ ടേമിന് I equal to n plus 1 എന്നുള്ള ടേമിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യുക? സമ്മേഷൻ I runs from 1 to n ai λi/λn+1 xi പ്ലസ് എന്തുണ്ടാവും? 1/λn+1 an+1 ലാംഡ I equal to n plus 1 അല്ല, അപ്പോൾ λn+1 xn+1 വരും. ഓക്കെ, അതിൽ λn+1ഉം ന്യൂമറേറ്ററിലുള്ള λn+1ഉം ഡിനോമിനേറ്ററിലുള്ള λn+1ഉം ക്യാൻസൽ ചെയ്തിട്ട് an+1 xn+1 എന്ന്. ഓക്കെ, താഴെ ചെയ്തത് നമ്മൾ കുറച്ച് ടേംസിനെ ആഡ് ചെയ്ത് കൊടുത്ത് സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്തു നോക്കാം. അതായത് നമ്മൾ ai xi എന്നുള്ള വെക്റ്റേഴ്സിനെ സമ്മേഷൻ a1 x1 പ്ലസ് a2 x2 പ്ലസ് a3 x3 എക്സെട്ര an xn എന്നുള്ള ടേമിനെ സബ്ട്രാക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അതാണ് ചെയ്തത്. ai xi പിന്നെ λn+1 ഡിവൈഡ് ബൈ λn+1 അത് 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളവിടെ സബ്ട്രാക്ട് ചെയ്ത് കൊടുക്കുന്ന ടേംസ് ഏതാണ്? ai സമ്മേഷൻ I runs from 1 to n ai xi അതിന് കോമ്പൻസേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് അതേ ടേംസിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, പിന്നെ ഈ ടേം എന്ന് പറഞ്ഞാൽ അത് പിന്നെ ആദ്യത്തെ സബ്ട്രാക്ട് ചെയ്ത് കൊടുത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ എന്തിനെ കോമൺ എടുത്തിട്ടുണ്ട്? നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് എഴുതിയിട്ട്. ഓക്കെ, കമ്പൈൻ ചെയ്ത് ഇതേപോലെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ai xiനെ കോമൺ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ എക്സ്പ്രഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി വെക്കണം, ഞാനിപ്പോൾ പറഞ്ഞ എക്സ്പ്ലനേഷൻ വെച്ചിട്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയത് എന്താണ്? ടി ഓഫ് yn/λn+1 ഈക്വൽ ടു yn എന്താണ്? ഇതാ y എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് yn ഈക്വലാണ് അല്ലേ? സമ്മേഷൻ I runs from 1 to n ai xi പിന്നെ an+1 xn+1 സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് എന്നേ ഉള്ളൂ. yn ഇതാണ്. ഓക്കെ, അപ്പോൾ അതിനെ yn എന്ന് വിളിച്ച് ഇതിനെ zn എന്ന് വിളിച്ച്. ഓക്കെ,
സെഡ് എൻ ഇ എന്നിൽ ഉണ്ടാവും. കാരണം സെഡ് എൻ എന്ന് പറഞ്ഞാൽ ഇതാണ് സെഡ് എൻ. സെഡ് എൻ എന്ന് പറഞ്ഞാൽ x1 x2 എക്സെട്ര എക്സ് എന്നുള്ള ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്. ഇ എൻ എന്ന് പറഞ്ഞാൽ x1 x2 എക്സെട്ര എക്സ് എൻ എന്നുള്ള വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്ന സ്പേസാണ്. അപ്പോൾ ഈ വെക്ടർ ഇ എന്നിൽ ഉണ്ടാവും. അതിനെ ഞാൻ സെഡ് എന്ന് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ചെയ്യുന്നത് yn/λ n+1 എന്നുള്ള ആ സീക്വൻസ് ഓഫ് വെക്ടേഴ്സ് കൺസിഡർ ചെയ്യുക. അത് ഒരു ബൗണ്ടഡ് സീക്വൻസ് ആയിരിക്കും. കാരണം നോക്കുക, നമ്മളുടെ YN's-ൻ്റെ നോമ് 1 ആണ്. ഓക്കെ, അപ്പോൾ അതൊരു ബൗണ്ടഡ് സീക്വൻസ് ആയിരിക്കും. അപ്പോൾ ടി ആ ബൗണ്ടഡ് സീക്വൻസിനെ ഒരു കോഷി സീക്വൻസിലേക്ക് കോഷി സബ് സീക്വൻസ് വരുന്ന രീതിയിൽ മാപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെയാണ് മാപ്പ് ചെയ്യുന്നില്ലെങ്കിൽ ടീൻ്റെ കോമ്പാക്ട്നെസ്സിന് കോൺട്രഡിക്ഷൻ വരും. ഓക്കെ, ടി എന്നുള്ള കോമ്പാക്റ്റ് ഓപ്പറേറ്റർ അത് ഡിഫൈൻ ചെയ്ത ഡെഫിനിഷന് കോൺട്രഡിക്ഷൻ വരും. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ വൈ എന്നുള്ള ബൗണ്ടഡ് സീക്വൻസ് കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ടി വൈ എന്നിന് അല്ലെങ്കിൽ yn/λn+1 എന്നുള്ള ആ സീക്വൻസ് കൺസിഡർ ചെയ്യുക. അത് ബൗണ്ടഡ് ആയിരിക്കും. അതിനെ ടി മാപ്പ് ചെയ്യുന്നത് ഒരു കോഷി സബ് സീക്വൻസിലേക്കാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ടി കോമ്പാക്റ്റ് അല്ല എന്ന് പറയാം. അത് നമുക്ക് കോൺട്രഡിക്ഷൻ ആയിരിക്കും. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ yn/λn+1 എന്നുള്ള സീക്വൻസിൻ്റെ ടിയിലുള്ള ഇമേജിന് കോഷി സബ് സീക്വൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അതിലെ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുക. ഓക്കെ, രണ്ട് ആർബിട്രറി ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നോം ഓഫ് ടി ഓഫ് yn/λn+1 മൈനസ് ടി ഓഫ് yk എന്നാക്കുക. yk/λk+1, അതായത് yn/λn+1 എന്നുള്ള സീക്വൻസിലെ രണ്ട് ടേംസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് നോക്കുക. ടി ഓഫ് yn/λn+1 yn+zn ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുക, വിച്ച് വിൽ ബി ഈക്വൽ ടു നോം ഓഫ് yn+zn മൈനസ് ടി ഓഫ് yn/yk/λk+1 എന്തായിരിക്കും, yk+zk. തൊട്ട് മുന്നത്തെ സ്റ്റെപ്പ് പ്രകാരം. ഓക്കെ, വിച്ച് വിൽ ബി ഈക്വൽ ടു, കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം, നോം ഓഫ് yn മൈനസ് yk plus zk minus z1. Okay, for all n greater than or equal to k, greater than k. Okay, അതിൽ yn എന്താ, yk plus zk മൈനസ് zn. അത് എവിടെ ഉണ്ടാവും, ഇ എന്നിൽ ഉണ്ടാവും. കാരണം n ഗ്രേറ്റർ ദാൻ k ആണ്. അപ്പോൾ zkയും ykയും ഇ എന്നിൽ ഉണ്ടാവും. മോറോവർ zn-ഉം ഇ എന്നിൽ ഉണ്ടാവും. അപ്പോൾ അത് ഇ എന്നിലൊരു വെക്ടറാണ്. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയ വെക്ടർ ഇ എന്നിലൊരു വെക്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഡിസ്റ്റൻസ് yn-ഉം ഇ എന്നും തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാളും വലുതാണെന്ന് പറയാം, ബൈ ഡെഫിനിഷൻ ഓഫ് ഡിസ്റ്റൻസ്. ഓക്കെ, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആയിരിക്കും. ഡിസ്റ്റൻസ് ഫ്രം yn ടു ഇ എൻ. ഓക്കെ, അത് നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഈ yn/λn+1 എന്നുള്ള സീക്വൻസിനെ ടി ഒരു സീക്വൻസിലെ ആ മാപ്പ് ചെയ്യുന്ന സീക്വൻസിന് ഒരു കോഷി സബ് സീക്വൻസ് ഇല്ല എന്ന് പറയാം. ഏത് രണ്ട് എലമെൻ്റ് എടുത്താലും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആണ് ആ സീക്വൻസ്. ഓക്കെ, അപ്പോൾ അതാണ് താഴെ എഴുതിയത്. ടി ഓഫ് yn/λn+1 ഹാസ് നോ കോഷി സബ് സീക്വൻസ് ബട്ട് yn/λn+1 ഈസ് എ ബൗണ്ടഡ് സീക്വൻസ്. This will contradict the compactness of T. Therefore, there is only a finite number of linearly independent eigenvectors corresponding to each epsilon. Okay, each epsilon. Epsilon കേട്ടോ, ലാംഡ എന്നല്ല, for each epsilon. ഓക്കെ, കോൺട്രഡിക്ഷൻ മെത്തേഡാണ് ഉപയോഗിച്ചത്. ഇനി നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ.
നെക്സ്റ്റ് തിയറം പറയുന്നത് ടി ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആണെങ്കിൽ ഡെൽറ്റ ലാംഡ അതിൻ്റെ സ്പെക്ട്രം. ഓക്കെ, കോമ്പാക്റ്റ് ഓപ്പറേറ്ററിൻ്റെ സ്പെക്ട്രം. അങ്ങനെയാണെങ്കിൽ y ബിലോങ്സ് ടു ഇമേജ് ഓഫ് ടി ലാംഡക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ടി ലാംഡ എന്നുള്ള ഓപ്പറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇമേജ് ടി ലാംഡൻ്റെ ഇമേജ് സ്പേസ് ഡെൽറ്റ ലാംഡ അത് ക്ലോസ്ഡ് ആണ്. ഓക്കെ, ക്ലോസ്ഡ് ആണെന്ന് പറയുമെങ്കിൽ അതിൻ്റെ ക്ലോഷറും ആ സെറ്റും ഈക്വലാന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ക്ലോഷറും ആ സെറ്റും ഈക്വലാന്ന് പറഞ്ഞാൽ മതി. അതാണ് എഴുതിയത്. ലെറ്റ് ടി ബി എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആൻഡ് ലാംഡ നോട്ട് ഈക്വൽ ടു 0, ദെൻ ഡെൽറ്റ ലാംഡ ഈക്വൽ ടു ഡെൽറ്റ ലാംഡ ബാർ. ക്ലോഷറും ഡെൽറ്റ ലാംഡൻ്റെ ക്ലോഷറും ആ സെറ്റ് ഡെൽറ്റ ലാംഡയും ഈക്വലാണ്. ഓക്കെ, അതായത് ആ സെറ്റ് ക്ലോസ്ഡ് ആണ്. ഓക്കെ, അതാണ് നെക്സ്റ്റ് തിയറം. പ്രൂഫ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. കുറച്ച് ലെങ്തി പ്രൂഫാണ്. അപ്പോൾ നിങ്ങളത് ഒരു കാര്യം ചെയ്യുക, നിങ്ങളൊന്ന് പ്രൂഫൊന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. എന്നാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ടാകും.